ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് കോസസ് ഓഫ് ക്യാൻസർ ആണ്. ഓക്കെ, അപ്പം ക്യാൻസർ നമ്മൾ അന്ന് കുറച്ച് ഭാഗം പറഞ്ഞു, പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എങ്കിലും ഒന്നും കൂടെ ഞാൻ പറയണം. കോസസ് ഓഫ് ക്യാൻസർ, അതായത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ സെൽ ഇൻ ടു ക്യാൻസറസ് നിയോപ്ലാസ്റ്റിക് സെൽസ് മേ ബി ഇൻഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ഏജൻസ്. അപ്പോൾ എങ്ങനെ ക്യാൻസർ ഉണ്ടാകുന്നു? ചില ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർസിനോജൻ. ഓക്കെ, ഇവരുടെ ആക്ഷനിലൂടെയാണ് നോർമൽ സെൽസ് എന്തായിട്ട് മാറുന്നത്? ക്യാൻസറസ് നിയോപ്ലാസ്റ്റിക് സെല്ലായിട്ട് മാറുന്നത്. ഒന്നുകൂടെ നോട്ട് ചെയ്യുക. ചില ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്, അവരെയാണ് കാർസിനോജൻസ് എന്ന് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യും? നോർമൽ സെൽസിനെ ക്യാൻസറസ് നിയോപ്ലാസ്റ്റിക് സെൽസ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, അത് അങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. ഇതാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള ചില മെയിൻ റീസൺസ്. ഓക്കെ, അതിൽ വരുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന അയണൈസിങ് റേഡിയേഷൻസ്. അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എക്സ്റേ ആൻഡ് ഗാമ റേസ്. നോൺ അയണൈസിങ് റേഡിയേഷൻസ്, അതിനകത്ത് ഏതാണ്? യു വി. അപ്പം യു വി ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും? അയണൈസിങ് റേഡിയേഷൻ ആയ എക്സ്റേയും ഗാമ റേയും, നോൺ അയണൈസിങ് റേഡിയേഷൻ ആയ യു വി എന്ത് ചെയ്യും? ദേ കോസ് DNA ഡാമേജ് ലീഡിങ് ടു നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. അവരെന്ത് ചെയ്യും? DNA ഡാമേജ് ഉണ്ടാക്കും ബൈ ലീഡിങ് ടു നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. അപ്പം അവർ എന്ത് ചെയ്യും? DNA ആ ഒരു ജെനറ്റിക് മെറ്റീരിയലിൽ അവരുടെ ആക്ഷൻ എന്തിന് കാരണമാവും? ചിലപ്പോൾ സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് പ്രോളിഫറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഇത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നോർമലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന സെല്ല് ഡ്യൂ ടു DNA ഡാമേജ് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ the chemical carcinogens present in tobacco smoke have been identified as a major cause of lung cancer. ഇപ്പം നിങ്ങൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുമല്ലോ ഈ പറഞ്ഞ എന്താണ്, സ്മോക്ക് ഈസ് ഇൻജോറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ, അതിൽ ചില കെമിക്കൽ കാർസിനോജൻ ആണ് ഈ പറഞ്ഞ, ടൊബാക്കോയിലുള്ള കെമിക്കൽ കാർസിനോജൻ ആണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നത്? മേജർ ആയിട്ടുള്ള ലങ് ക്യാൻസറിന് കാരണമായി കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താണ്? ക്യാൻസർ കോസിങ് വൈറസസ് കോൾഡ് ഓങ്കോജനിക് വൈറസസ് ഹാവ് ജീൻസ് കോൾഡ് വൈറൽ ഓങ്കോജീൻസ്. അപ്പം ഈ പറഞ്ഞ ചില വൈറസ് ഉണ്ട്, അവരെ നമ്മൾ ഓങ്കോജനിക് വൈറസ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള വൈറസിൽ ചില ജീൻസ് ഉണ്ട്, അവരെയാണ് നമ്മൾ വൈറൽ ഓങ്കോജീൻസ് എന്ന് പറഞ്ഞത്. Furthermore, several genes called cellular oncogene or proto-oncogene have been identified in normal cell, which when activated under certain conditions could lead to oncogenic transformation of cells. അതായത് നമുക്ക് വൈറസസിൽ ഇതേപോലെ ഞാൻ പറഞ്ഞു ഓങ്കോജനിക് വൈറസ്, അതായത് ഈ ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള ചില വൈറസ് ഉണ്ട്, അവർക്ക് പ്രത്യേക ജീൻസ് ഉണ്ട്, അതിനെ നമ്മൾ വൈറൽ ഓങ്കോജീൻസ് എന്ന് പറയും. അപ്പം ഇവരുടെ ആക്ഷനിലൂടെ ചിലപ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സെൽസിൽ തന്നെ പ്രത്യേക രണ്ട് ടൈപ്പ് ഓഫ് ജീൻസ് ഉണ്ട്. ഒന്ന് എന്താണ്? ഓൺകോജീൻസ്, ഒന്ന് പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് പറഞ്ഞേ, അതെ, പ്രോട്ടോ ഓൺകോജീൻസ് എന്ന് പറയും. ഓക്കെ, അതിനകത്ത് പ്രോട്ടോ ഓൺകോജീൻസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെല്ലുലാർ ഓൺകോജീൻസ്. അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് പ്രോട്ടോ ഓൺകോജീൻസ് ഓർ സെല്ലുലാർ ഓൺകോജീൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവർ എന്ത് ചെയ്യും? ചിലപ്പം ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ, പ്രത്യേക സാഹചര്യത്താൽ ഇവർ ആക്ടിവേറ്റ് ആയ ഒരു സെല്ലിനെ ക്യാൻസറസ് ആക്കാൻ പറ്റും. ഓക്കെ, സോ ഒന്നും കൂടെ മനസ്സിലാക്കാം. പ്രോട്ടോ ഓൺകോജീൻ ഓർ സെല്ലുലാർ ഓൺകോജീൻ ഈസ് വൺ അമോങ് ദി സെവറൽ ജീൻസ്. ഒത്തിരി അധികം ജീൻസ് ഉണ്ട് ഒരു സെല്ലിൽ. അതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് പ്രത്യേക നോർമൽ സെല്ലിനകത്ത് കാണപ്പെടുന്നതാണ് ഈ പറഞ്ഞ പ്രോട്ടോ ഓൺകോജീൻസ്. ഇവരെന്ത് ചെയ്യും? ചില പ്രത്യേക കണ്ടീഷനിൽ ആക്ടിവേറ്റ് ആയാൽ ഇവർ ക്യാൻസറിന് കാരണമാവും. ഓക്കെ, ഇനി അപ്പോൾ ഇത്ര റീസൺസ് ക്ലിയർ ആണ്. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്യാൻസർ. ഒരു കാർസിനോജൻ എന്ന് വിളിക്കും. നമ്മൾ റേഡിയേഷൻ പറഞ്ഞു, അയണൈസിങ്, നോൺ അയണൈസിങ് റേഡിയേഷൻ. പിന്നെ കെമിക്കൽ കാർസിനോജനിൽ നമ്മൾ പറഞ്ഞ ടൊബാക്കോ സ്മോക്കിൽ പ്രസന്റ് ആയിട്ടുള്ള എന്താണ്? കാർസിനോജൻസ് ആണ്. ഓക്കെ, ഫിസിക്കലാണ് അയണൈസിങ്, നോൺ അയണൈസിങ്. ഇനി ബയോളജിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഓങ്കോജനിക് വൈറസും സെല്ലുലാർ ഓങ്കോജീൻസ് ഓർ പ്രോട്ടോ ഓങ്കോജീൻസ്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഇങ്ങനെ പോയിന്റ് വൈസ് എഴുതാം. ഫിസിക്കൽ ഇട്ടിട്ട് 2 കുത്ത്, അതിന് ഏജൻസിൽ ഈ 2 റേഡിയേഷൻ. ഓക്കെ, ദെൻ കെമിക്കൽ ഏജൻസിൽ കെമിക്കൽ കാർസിനോജൻസ് ഇൻ ടൊബാക്കോ. പിന്നെ ബയോളജിക്കൽ ഏജൻസിൽ ഓൺകോജനിക് വൈറസസും പ്രോട്ടോ ഓൺകോജീൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് അടുത്ത് നോക്കാം. ഓക്കെ, സോ ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് എന്താണ്? Early diagnosis, early detection of cancer is essential as it allows the disease to be treated successfully. അപ്പം എത്ര പെട്ടെന്ന് നമ്മൾ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യോ, എന്തെങ്കിലും ഒരു മുഴ പോലെ എന്തെങ്കിലും കണ്ടു തുടങ്ങുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എന്താണ് കൊണ്ടുപോയി കാണിക്കുക. കാരണം എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യോ അത്രയും നല്ലത്. ദെൻ
Cancer detection is based on biopsy and histopathological studies of tissues and blood and bone marrow test for increased cell counts in the case of leukemia. അപ്പോൾ എന്താണത്? അപ്പോൾ ബയോപ്സി എന്താണ്? ബയോപ്സി എന്ന് പറയുന്നത് ഒരു ടിഷ്യൂവിനെ എടുത്തിട്ട്, മീൻസ് ടിഷ്യൂവിൻ്റെ കുറച്ചൊരു ഭാഗം എടുത്തിട്ട്, ഒരു ടിഷ്യൂവിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട്, ഓക്കെ, ടിഷ്യൂവിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതാണ്ട് കാണിച്ചു തരാം. We remove a piece of tissue or sample of cells from your body so that it can be tested in laboratory. അപ്പം നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സാമ്പിൾ സെൽസ് അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൻ്റെ പീസ് എടുക്കും, ഒരു ടിഷ്യൂ പീസ് അല്ലെങ്കിൽ സാമ്പിൾ സെൽസ് എടുത്തിട്ട് നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞ ബയോപ്സി. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോപത്തോളജി എന്താണ്? ഹിസ്റ്റോപത്തോളജി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ആൻഡ് സ്റ്റഡി ഓഫ് ഡിസീസസ് ഓഫ് ടിഷ്യൂ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് എക്സാമിനിങ് ടിഷ്യൂ അണ്ടർ മൈക്രോസ്കോപ്പ്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമ്മൾ സെൽസ് ആൻഡ് ടിഷ്യൂസിനെ എന്ത് ചെയ്യും, കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നും മനസ്സിലാക്കുന്ന രീതിയാണ് ഈ പറയുന്ന ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോപത്തോളജി എന്ന് പറഞ്ഞാൽ ഈ സെൽസും ടിഷ്യൂസിനെ നമ്മൾ എക്സാമിൻ ചെയ്യും, മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഡിസീസൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന രീതിയാണ്. ഡയഗ്നോസിസ് ആൻഡ് സ്റ്റഡി ഓഫ് ഡിസീസ് അത്രയും റെഫർ ചെയ്താൽ മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ഓക്കെ So, cancer detection is based on biopsy and histopathological studies of tissue മനസ്സിലായേ, and blood and bone marrow test for increased cell counts in case of leukemia. ഇനി ഈ പറഞ്ഞ ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയയുടെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബ്ലഡും ബോൺ മാരോ ടെസ്റ്റ്, അപ്പോൾ ബോൺ മാരോ എന്ന് പറയുമ്പം അസ്ഥിമജ്ജയും അതേപോലെ ബ്ലഡിൻ്റെ ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സെല്ലിൻ്റെ കൗണ്ട് ലുക്കീമിയയുടെ കേസിലൊക്കെ കൂടും, അതായത് ബ്ലഡ് ക്യാൻസറിലെ സെല്ലിൻ്റെ കൗണ്ടാണ് കൂടുന്നത്, അപ്പം അവിടെ ബ്ലഡും ബോൺ മാരോ ടെസ്റ്റാണ് നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാം. ഇൻ ബയോപ്സി എ പീസ് ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂ കട്ട് ഇൻ ടു തിൻ സെക്ഷൻസ് ഇസ് സ്റ്റെയിൻഡ് ആൻഡ് എക്സാമിൻഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഓക്കെ, അതുതന്നെയാണ് ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡി നമ്മൾ പറഞ്ഞു, ബയോപത്തോളജി. സോ ബയോപ്സിയിൽ എന്ത് ചെയ്യും, നമ്മളൊരു പീസ് ഓഫ് ടിഷ്യൂ എടുക്കും, അതിനെ തിൻ സ്ലൈസ് ആക്കി മാറ്റിയ ശേഷം അതിനെ സ്റ്റെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, മൈക്രോസ്കോപ്പിൽ കൂടെ എക്സാമിൻ ചെയ്യും. അങ്ങനെ എക്സാമിൻ ചെയ്യുന്നതാണ് നമ്മൾ ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡീസ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ടിഷ്യൂവിനടുത്ത് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യും, അതാണ് ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡീസ് ബൈ എ പത്തോളജിസ്റ്റ്. ഓക്കെ, ഇത് പഠിക്കുന്ന ആളിനെ നമ്മൾ പത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നൊക്കെ പഠിക്കുന്ന ആൾക്കാരെ കുറിച്ച്, അങ്ങനെ അതിനകത്തൊക്കെ പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇത് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്ന് പഠിക്കുന്ന, അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പത്തോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടെക്നിക്സ് ലൈക്ക് റേഡിയോഗ്രഫി, ഓക്കെ, CT ആൻഡ് MRI ആർ വെരി യൂസ്ഫുൾ ടു ഡിറ്റക്ട് ക്യാൻസർ ഓഫ് ഇന്റേർണൽ ഓർഗൻസ്. അപ്പോൾ ഇന്റേർണൽ ഓർഗൻസിൽ ക്യാൻസർ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? റേഡിയോഗ്രഫി, അതായത് യൂസ് ഓഫ് എക്സ്റേ, റേഡിയോഗ്രഫി യൂസ് ഓഫ് എക്സ്റേ. CT എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ടോമോഗ്രഫി, ഓക്കെ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, പിന്നെ MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ CT സ്കാൻ, ഇപ്പോൾ CT എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ MRI സ്കാൻ ഒക്കെ അത് അതേപോലെ എക്സ്റേ അങ്ങനെയുള്ള ടെക്നീക്സ് വെച്ച്. സോ ടെക്നീക്സ് ലൈക്ക് റേഡിയോഗ്രഫി, ദാറ്റ് ഈസ് യൂസ് ഓഫ് എക്സ്റേ, CT, computer tomography and MRI magnetic resonance imaging are very useful to detect cancer in internal organs. നമുക്ക് internal organsലെ ക്യാൻസർ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ത് ചെയ്യും, യൂസ് എക്സ്റേ ടു ജനറേറ്റ് എ 3-dimensional ഇമേജ് ഓഫ് ദി ഇന്റേർണൽസ് ഓഫ് ആൻ ഓർഗൻ. ഓക്കെ, അപ്പം ഓഫ് ഇന്റേർണൽസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, അപ്പം ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനിലെ ഇന്റേർണൽ സ്ട്രക്ചറിന്റെ 3-dimensional ഇമേജ് ക്രിയേറ്റ് ചെയ്യും ബൈ യൂസിങ് എക്സ്റേസ് ഉപയോഗിച്ച് ഒരു ഇന്റേർണൽ ഓർഗൻസിന്റെ 3-dimensional സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. എന്നാൽ MRI അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്താണ്, അവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കും ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻ. എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ UV റേഡിയേഷൻ. ഓക്കെ, സോ ഇവിടെ UV അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ നോൺ അയണൈസിങ് റേഡിയേഷൻസ്, അതേപോലെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും നോൺ അയണൈസിങ് റേഡിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യും MRIയിൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ടു ഡിറ്റക്ട് പത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ലിവിങ് ടിഷ്യൂ. അപ്പോൾ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനാലിറ്റിയിൽ ചേഞ്ച് ഉണ്ടോ ലിവിങ് ടിഷ്യൂവിൽ, എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ, പത്തോളജിക്കൽ ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ ലിവിങ് ടിഷ്യൂ, ഇതൊക്കെ ഈ പറഞ്ഞ MRIയിലൂടെ മനസ്സിലാക്കാൻ പറ്റും, വിച്ച് യൂസസ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻ. ഓക്കെ, പിന്നെ എന്താണ്, ആൻറ്റിബോഡീസ് അഗേൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിബോഡീസിനെ എന്ത് ചെയ്യാൻ പറ്റും, ആൻറ്റിബോഡീസ് വെച്ചിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള
ക്യാൻസറിനും ഇതേപോലെ ആൻറ്റിജൻസ് ഉണ്ട്. ക്യാൻസർ സ്പെസിഫിക് ചില ആൻറ്റിജൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു എന്താണ് അത് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻറ്റിബോഡീസ് വെച്ചിട്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ടെക്നീക്സ് ഓഫ് മോളിക്കുലർ ബയോളജി ക്യാൻ ബി അപ്ലൈഡ് ടു ഡിറ്റക്ട് ജീൻസ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻഹെറിറ്റൻസ് സസെപ്റ്റിബിലിറ്റി ടു ക്യാൻസേഴ്സ്. അപ്പം മോളിക്കുലർ ബയോളജിയുടെ ടെക്നീക്ക് വെച്ചിട്ട് നമുക്ക് ഒരാളിൽ ക്യാൻസറിൻ്റെ ജീൻസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് അവർ അവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സച്ച് ജീൻസ് വിച്ച് പ്രീഡിസ്പോസ് ആൻ ഇൻഡിവിജ്വൽ ടു സർട്ടൻ ക്യാൻസേഴ്സ് മേ ബി ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. ഇത് വെച്ച് നമുക്ക് ഒരു രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലിൽ ക്യാൻസർ തടയാൻ, മീൻസ് ഫുള്ളി പ്രിവെൻറ്റ് ചെയ്യാനല്ല, പക്ഷേ ടു ആൻ എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ കൊടുത്തേക്കുന്നത് ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻഷൻ. അപ്പം ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സച്ച് ഇൻഡിവിജ്വൽസ് മേ ബി അഡ്വൈസ് ടു അവോയ്ഡ് എക്സ്പോഷർ ടു സർട്ടൻ കാർസിനോജൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരാളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ മോളിക്കുലർ ബയോളജി എന്ന് പറയുമ്പോൾ സെല്ലുലാർ ലെവലിൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ലെവലിലുള്ള ബയോളജിക്കൽ ടെക്നീക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ എത്രത്തോളം ഒരു പർട്ടിക്കുലർ ക്യാൻസറിനുള്ള ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ എങ്ങനെ പ്രിവെൻറ്റ് അങ്ങനെ ഉണ്ടെങ്കിലും തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് ആ ഒരു ഇൻഡിവിജ്വലിൽ ഉണ്ടെന്ന സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവരിൽ ഈ പറഞ്ഞ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു ആൻ എക്സ്റ്റെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവർ കൊടുത്തേക്കുന്ന പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ടു ആൻ എക്സ്റ്റെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും പ്രിവെൻറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ബിക്കോസ് ദ പേഴ്സൺ വിൽ ബി അഡ്വൈസ് ടു അവോയ്ഡ് എക്സ്പോഷർ ടു സച്ച് പർട്ടിക്കുലർ കാർസിനോജൻസിലോട്ട് അവരെ അവിടുന്ന് മീൻസ് അവിടെ അങ്ങോട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടി അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ടൊബാക്കോ സ്മോക്ക് ഇൻ ദ കേസ് ഓഫ് ലങ് ക്യാൻസറിൻ്റെ കേസിൽ ടൊബാക്കോ സ്മോക്ക് ആ കാർസിനോജൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ദ കോമൺ അപ്രോച്ചസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ ആ സർജറി, റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ സർജറിയിലൂടെ പറ്റും, പിന്നെ റേഡിയേഷൻ തെറാപ്പി നമ്മൾ പറഞ്ഞ എക്സ്റേസ് അങ്ങനെ വെച്ചിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമ്മ്യൂണോതെറാപ്പിയിലൂടെയും പറ്റും. സോ റേഡിയോ തെറാപ്പിയിൽ ഈ ട്യൂമർ സെൽസ് ആർ ഇറേഡിയേറ്റഡ് ലീഡലി ടേക്കിൻ പ്രോപ്പർലി ദാറ്റ് ദ നോർമൽ സെൽസ് സറൗണ്ടിങ് ഇറ്റ് ഡു നോട്ട് ഗെറ്റ് അറ്റാക്ട്. അപ്പം റേഡിയോ തെറാപ്പി, സർജറി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. അപ്പം റേഡിയോ തെറാപ്പിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞേ, ഈ പറഞ്ഞ ക്യാൻസർ ട്യൂമർ സെൽസിനെ മാത്രം നമ്മൾ ഈ പറഞ്ഞ റേഡിയേഷൻ കാണിക്കുകയും അതിൻ്റെ ചുറ്റിനുള്ള സെൽസിനെ നമ്മൾ ശ്രദ്ധിക്കും. വി ടേക്ക് പ്രോപ്പർ കെയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ത്രൂ റേഡിയോ തെറാപ്പി. പിന്നെ സെവറൽ കീമോതെറാപ്പിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ cancerous cells. Some of these are specific for particular tumors. Majority of drugs have side effects like hair loss, anemia, etc. Okay, അപ്പോൾ സെവറൽ കീമോതെറാപ്പിക് ഡ്രഗ്സ് ഉണ്ട്. അപ്പം ഒത്തിരിയധികം കീമോതെറാപ്പിക് ഡ്രഗ്സ് ഉണ്ട്. അതിനുള്ളൊരു അതെന്ത് ചെയ്യും, ഈ പറഞ്ഞ കീമോ മീൻസ് കെമിക്കൽസ് യൂസ് ചെയ്തുള്ള ഡ്രഗ്സ് ഉണ്ട്. അതെന്ത് ചെയ്യും, ക്യാൻസറസ് സെൽസിനെ നശിപ്പിക്കുകയും മാത്രമല്ല മെജോറിറ്റി ഓഫ് ദീസ് ഡ്രഗ്സ് ഹാവ് സൈഡ് എഫക്ട്സ് ലൈക്ക് ലോസ് ഓഫ് ഹെയർ, അനീമിയ. ഓക്കെ, മെജോറിറ്റി ഓഫ് ഡ്രഗ്സ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ലോസ് ഓഫ് ഹെയർ ലോസും അതേപോലെ അനീമിയയ്ക്കൊക്കെ കാരണമാവും ഈ പറഞ്ഞ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്. അതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. ക്യാൻസറസ് സെല്ലിനെ അവർ കില്ല് ചെയ്യും. സം ഓഫ് ദീസ് ചിലതെന്ന് പറയുമ്പോൾ ചില പ്രത്യേക ക്യാൻസറസ് സെല്ല് അല്ലെങ്കിൽ പ്രത്യേക ട്യൂമേഴ്സിനായിരിക്കും അത് യൂസ്ഫുൾ, പക്ഷേ മിക്കവാറും ഉള്ളതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് ലൈക്ക് ഹെയർ ലോസ്, അനീമിയ. ഓക്കെ, ദെൻ മോസ്റ്റ് ക്യാൻസേഴ്സ് ആർ ട്രീറ്റഡ് ബൈ കോമ്പിനേഷൻ ഓഫ് സർജറി, റേഡിയോ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി. സോ മിക്കുള്ള ക്യാൻസേഴ്സ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ത്രൂ സർജറി, റേഡിയോ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി, അതിൻ്റെ ഒരു കോമ്പിനേഷനിലൂടെ. ഓക്കെ, ഇത് മൂന്നിൻ്റെ കോമ്പിനേഷനിലൂടെ ആവും. ദെൻ ട്യൂമർ സെൽസ് ഹാവ് ഷോൺ ടു അവോയ്ഡ് detection and destruction by immune system. Therefore, the patients are given substances called biological response modifiers such as alpha interferon, which activates their immune system and helps in destroying the tumor. ഈ ക്യാൻസറിനുള്ള ഒരു പ്രത്യേകത, നമ്മുടെ ബോഡിയിലെ സെൽസ് ആണ് വളരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു പക്ഷേ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അങ്ങനെ ഡിറ്റക്ട് ചെയ്യണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ചില പ്രത്യേക സബ്സ്റ്റൻസ് കൊടുക്കുക. ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. ഓക്കെ, ചില
ചില ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് നമ്മുടെ ശരീരത്ത് കൊടുക്കും. അതിനുള്ള എക്സാമ്പിളാണ് ആൽഫ ഇൻറ്റർഫെറോൺ. സോ ബയോളജിക്കൽ, നിങ്ങൾ ഇത് നോട്ട് ചെയ്തോണേ. ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സിനുള്ള എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ആൽഫ ഇൻറ്റർഫെറോൺ ആണെന്ന് ഓർക്കുക. ഓക്കെ, ആൽഫ ഇൻറ്റർഫെറോൺ ആണെന്ന് ഓർക്കുക. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും, അങ്ങനെ നമുക്ക് ആ ട്യൂമറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ട്യൂമർ നമുക്ക് ഡിസ്ട്രോയ് ആവാം. അങ്ങനെ ട്യൂമർ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്യാൻസർ എന്ന് പറഞ്ഞ ഈ ഏരിയ കഴിഞ്ഞു. ഇത് നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ട് മനസ്സിലാക്കി പഠിക്കുക. കുഞ്ഞു കുറിപ്പ് നോട്ടുകൾ എഴുതുക. ഓക്കെ, ഇത്രയും മതി. ഇത്രയും പോയിന്റ്സ് ധാരാളം. ഇത് ടെക്സ്റ്റിലെ എല്ലാ പോയിന്റ്സിനും മിക്കവാറും വന്നിട്ടുണ്ട്. ഓക്കെ.